ദൈവസ്നേഹത്തെയും മനുഷ്യൻ്റെ സ്നേഹത്തെയും വേർതിരിച്ച് കാട്ടുവാൻ അതിൻ്റെ വ്യത്യസ്തതകൾ മനസ്സിലാക്കി തരുന്നതിനു വേണ്ടി ഒരു യഹൂദ ചിന്തകൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ മത്സ്യം ഇഷ്ടമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മീൻ കൂട്ടി അല്പം ചോറുണ്ണുക എന്നുള്ളത് നമ്മുടെയൊക്കെയും ഒരാഗ്രഹമാണ്. നിങ്ങളുടെ അടുത്ത ഒരു സ്നേഹിതന്, മീൻ വളരെ ഇഷ്ടമുള്ളൊരു സ്നേഹിതൻ നിങ്ങളുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ഊണിന് ഒരു ദിവസം വരികയാണെന്നിരിക്കട്ടെ. അദ്ദേഹത്തിന് മീൻ വളരെ ഇഷ്ടമാണ്. അദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ വരുന്ന ദിവസം രാവിലെ തന്നെ നിങ്ങൾ പോയി മാർക്കറ്റിൽ പോയി ഒരു നല്ലൊരു മീനെ വാങ്ങിക്കും. മീനെ വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ തല അറുത്തു മാറ്റും, അതിൻ്റെ വാല് കണ്ടിക്കും, ആ മീനിൻ്റെ ചെതുമ്പലുകളും ചിറകുകളുമെല്ലാം എടുത്തു നീക്കും. എന്നിട്ട് അതിൻ്റെ വയറ് കീറി അതിൻ്റെ ഉള്ളിലുള്ള ആമാശയവും കുടലുകളുമെല്ലാം എടുത്തു മാറ്റി അതിനെ വൃത്തിയാക്കി പല കഷണങ്ങളാക്കി അതിനെ കറി വെച്ച് ആ വ്യക്തിക്ക് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്: എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. യഥാർത്ഥമായും അദ്ദേഹത്തിന് ആ മീൻ ശരിക്കും ഇഷ്ടമാണ്. എന്താണ് അവിടെ താൻ ഇഷ്ടപ്പെടുന്നത്? തനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ ഇതാ ജീവനില്ലാതെ തൻ്റെ മുൻപിൽ കിടക്കുകയാണ്. അല്പം ചോറെടുത്ത് മീനും മീൻചാറും ഒക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം അദ്ദേഹം ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് വളരെ സംതൃപ്തിയോടുകൂടെ വീണ്ടും പറയും: എനിക്ക് മീൻ വളരെ ഇഷ്ടമാണ്. മീനെ അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കാം: നിനക്ക് ഇഷ്ടപ്പെട്ട ആ മീൻ ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം പറയും: ആ മീനെ എനിക്ക് കഴിക്കുവാൻ ഇഷ്ടമാണ്. അതിൻ്റെ അർത്ഥം അതിനെ വളർത്തുവാൻ ഇഷ്ടമാണെന്നുള്ളതല്ല. ആ മീനെ ഞാൻ എൻ്റെ ഉള്ളിലാക്കി. ഇത് കഴിക്കുമ്പോൾ എൻ്റെ നാവിന് കിട്ടുന്ന ആ സുഖം, എൻ്റെ ഉദരത്തിൽ ആ മീൻ വരുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന സന്തോഷം, അതിലുപരി ആ മീനിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഗുണങ്ങൾ കൊണ്ട് എൻ്റെ ശരീരത്തിന് വരുന്ന പുഷ്ടി, ഈ കാര്യങ്ങളൊക്കെയാണ് മീനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കു പറഞ്ഞാൽ മീനിനോടുള്ള ഇഷ്ടമാണോ ഇവിടെ പ്രകടമായത്, അതോ തന്നോടുള്ള ഇഷ്ടമാണോ ഇവിടെ പ്രകടമായത്? യഥാർത്ഥമായും അദ്ദേഹം പറയേണ്ടത് എനിക്ക് മീനെ ഇഷ്ടമാണെന്നല്ല, എന്നാൽ എനിക്ക് എന്നെ വളരെ ഇഷ്ടമാണ്. മീൻ എനിക്ക് തരുന്ന സ്വാദ് അനുഭവിക്കത്തക്ക രീതിയിൽ, മീൻ ചത്താലും വേണ്ടിയില്ല, അതിനെ എനിക്ക് അകത്താക്കത്തക്ക രീതിയിൽ എനിക്ക് മീനെ ഇഷ്ടമാണ്. ഇവിടെ ആരെയാണ് താൻ ഇഷ്ടപ്പെട്ടത്? താൻ ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. മനുഷ്യ സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ അതിർവരമ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഭൂമിയിൽ നിന്ന് ഉയരുന്ന മനുഷ്യൻ്റെ സ്നേഹമെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യത്തെ അടുത്ത വേളയിൽ കൊന്നു തിന്നാൻ പോലും മടിക്കുകയില്ല. ഈ ഭൂമിയിലുള്ള എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്നത് അവരെ തന്നെയാണ്. സ്വാർത്ഥതയോടുകൂടിയുള്ള ഇഷ്ടമാണ്. അവർ പറയുന്നത്: ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്ന സമയത്ത് നീ എന്നിലേക്ക് പകരുന്ന സ്നേഹം നുകരുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം. ത്യാഗം ചെയ്യാത്ത സ്നേഹമാണ് ഈ ഭൂമിയിലെ സ്നേഹം. അതിർവരമ്പുകളുള്ള സ്നേഹമാണ് ഈ ഭൂമിയിലെ സ്നേഹം. എന്നാൽ ഒരു സ്നേഹമുണ്ട്, ആ സ്നേഹത്തിന് അതിർവരമ്പുകളില്ല. ആ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമാണ്, അനാദിയായുള്ള സ്നേഹമാണ്. ആ സ്നേഹം ഈ ഭൂമിയിൽ കാലസമ്പൂർണ്ണതയിൽ ഉദിച്ച സമയത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകത്തക്ക രീതിയിൽ ആ സ്നേഹം പ്രകടമാക്കി. യഥാർത്ഥ സ്നേഹം നിങ്ങൾക്ക് എന്തെന്ന് നുകരണമെന്നുണ്ടെങ്കിൽ അത് കാൽവറി സ്നേഹത്തിൽ നിന്നാണ് അത് നുകരുവാനും അനുഭവിക്കുവാനും സാധ്യമായിത്തീരുന്നത്. ദൈവം നല്ലവനെന്ന് രുചിച്ചറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും നന്മ വിളങ്ങിയതും വെളിപ്പെട്ടതുമായ കാൽവറിയിലേക്ക് നമ്മളെല്ലാവരും അടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭൂമിയിലെ എല്ലാ സ്നേഹവും സ്വാർത്ഥമായ സ്നേഹമാണ്. എന്നാൽ സ്വാർത്ഥതയില്ലാത്ത ഏക സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം താൻ കാൽവറി ക്രൂശിൽ വെളിപ്പെടുത്തിയ സ്നേഹമാണ് അതിർവരമ്പുകളില്ലാത്ത നിലയ്ക്കാത്ത സ്നേഹം.